ശ്രീ രതീഷ് ചക്രവാണി, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു നിക്ഷേപകനെ കാണാൻ പോകണം. അപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് ഏത് നിക്ഷേപകനാണെന്ന് ചോദിക്കുന്നു. അതെന്തിനാണ്? ഇനി ആ നിക്ഷേപം മുടക്കാനാണോ എന്നുള്ള ചോദ്യമാണ് അടുത്ത ചോദിക്കുക. പിന്നെ വേറൊരു കള്ളം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കലും പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് വിമർശിച്ചിട്ടില്ലെന്ന്. അന്ന് ഏറ്റവും കൂടുതൽ ഈ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് വി.ഡി. സതീശനാണെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയ അടക്കം നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഈ മംഗലാപുരം യാത്ര പോലൊരു നിഗൂഢത ഉണ്ടോ ഈ ഹെലികോപ്റ്റർ അന്നത്തെ നിക്ഷേപകൻ കാണാൻ പോയി എന്ന് പറയുന്നതിനകത്ത്? ഇതിൽ മംഗലാപുരം യാത്ര പോലെ ഒരു നിഗൂഢതയില്ല. ജയചന്ദ്രൻ സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗലാപുരത്ത് പോയത് വലിയ നിഗൂഢതയായിരുന്നു. ആ നിഗൂഢതയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് അദാനിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനി അദാനിയുടെ ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മിഷൻ സമുദ്രയൊക്കെ വന്നിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ നിഗൂഢതകളൊന്നുമില്ല എന്നുള്ളതാണ് ഞാനും ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇത് അദ്ദേഹം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി കുക്കടപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയുടെ ഏറ്റവും ആദ്യഘട്ടം കഥാപ്രസംഗികനായിട്ടുള്ള BRM ഷഫീർ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി ഒരിക്കലും വ്യക്തിപരമായ ആവശ്യത്തിന് പോയതല്ല, അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനായിട്ടുള്ള വേലായുധൻകുട്ടിയെ കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ 20 മിനിറ്റ് ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ദേശത്തുള്ള ഒരു വീട്ടിലും ചിലവഴിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലും ചിലവഴിച്ചു. അതിനുശേഷം അദ്ദേഹം പോയത് മറ്റൊരു ഔദ്യോഗിക പരിപാടിക്കാണെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാവിലെ മുണ്ടും മാറി KSRTC ബസ്സിൽ കയറി ആരും അറിയാതെ താടിയും വെച്ച് എന്ന് ആരെങ്കിലും കാണുന്ന പരിപാടിയല്ലല്ലോ. അതിൽ പോലീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അതിൻ്റെ രേഖകളുണ്ടാവും. ആ രേഖകളൊന്നുമില്ല. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇന്നലെ വി.ഡി. സതീശൻ്റെ ഓഫീസ് തന്നെ ലീക്ക് ചെയ്തിട്ടുള്ള ഒരു വാർത്ത കൊടുത്തു. ആ ലീക്ക് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴും നമ്മളെല്ലാവരും ചോദിച്ചു എന്തായിരുന്നു ഔദ്യോഗിക പരിപാടി എന്ന് ചോദിച്ചു. ഔദ്യോഗിക പരിപാടി എന്താണെന്ന് അറിയില്ല. ഏറ്റവും ഒടുവിൽ ഇന്നാണ് അദ്ദേഹം ആ വെടി പൊട്ടിച്ചത്. ഔദ്യോഗിക പരിപാടി ആദ്യം അദ്ദേഹം പറഞ്ഞു ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കാണാനാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അദ്ദേഹം ഒന്നുകൂടി തിരുത്തി. അദ്ദേഹം പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ആ ഗ്രൂപ്പ് തമിഴ്നാട്ടിൽ ചെന്ന് വിജയനെ കണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ വന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഡിന്നർ മീറ്റായിട്ട് കാണാം എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം മറ്റേ ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് അവർ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, അതായത് ഒരു മുഖ്യമന്ത്രിയോട് അവർ വിളിച്ച് പറഞ്ഞു അങ്ങനെയല്ല, പെട്ടെന്ന് ഞങ്ങൾക്ക് ഡൽഹിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വന്നതെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ട് ഇപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ നമ്മളുടെ അന്വേഷണത്തിലൊന്നും അത്തരത്തിലുള്ളൊരു ഇൻവെസ്റ്റർ ഇല്ല. അത് ഇപ്പം തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു നുണയാണ്. ഇനി അതേപോലെ താങ്കൾ പറഞ്ഞിട്ടില്ല, ഈ നുണയിലൊന്നും വലിയ പുതുമയില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ പിണറായിയെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 31 അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കാരണം ഇത് അങ്ങേയറ്റത്ത് ദൂർത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. കാരണം ഇപ്പോൾ ഇവിടെ ബേസിലിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബേസിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രതിനിധിയായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതാണ്. ഈ കോൺഗ്രസ് പ്രതിനിധികളായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരും മറ്റ് ചാനലുകളൊക്കെ എടുത്തു നോക്കിയാലും ആ ചാനലുകളിലെല്ലാവരും തന്നെ നിസ്സഹായരാണ്. കാരണം അവരെ സംബന്ധിച്ച് ഈ മാറ്ററിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പോലും, അതായത് ഇങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക പോലും പറഞ്ഞൊരു വാചകം നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്ക് എന്നാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു വാചകമോ ഒരു ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു കാരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം അങ്ങനെ ഒരായുധവുമില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന കോൺഗ്രസ് അണികളും പ്രവർത്തകരുമാണ് യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതിന് ശേഷം അവരെല്ലാവരും എയറിലാണ്. കേരളത്തിൽ മുഴുവൻ ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് വേണ്ടി കത്രിക എടുത്ത് മുറിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ആരും എതിരല്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾ ഈ കേരളത്തിന് കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ. ഇപ്പം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കേരളത്തെ ഒരു സ്വന്തം കുടുംബമായി കാണുകയും ഇവിടുത്തെ ആളുകൾ സ്വന്തം ആളുകളാണെന്ന് കരുതുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ ദുരന്തം സമ്മാനിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുതലപ്പുഴയിലടക്കം ആളുകൾ പോയിട്ട്, അതായത് കാണാതായി പോയിട്ട്
14 മണിക്കൂറിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം പോലും തുടങ്ങിയത്. ആ തുടങ്ങിയ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ട് പ്രഖ്യാപിക്കുന്നു സംസ്കാര ചടങ്ങിന് 10,000 രൂപ തരുമെന്ന് പ്രഖ്യാപിക്കുന്നു. വീടുകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ തരുമെന്ന് പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പോയിട്ടുള്ള കാര്യമാണ്. അതുവരെ താങ്കൾ അവരുടെ ജീവൻ പിടിച്ചു നിർത്താനും അവരോടൊപ്പം നിന്ന് കരുത്ത് പകരാനും ഞങ്ങളുണ്ട്, കേരളമുണ്ട് കൂടെ, അതിലേറ്റവും നായകനായി ഞാനുണ്ട് എന്ന് പറയാനുമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് പകരം ജ്വല്ലറിക്കാരുടെയും കുറേ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും കോഫി ഷോപ്പുകളുടെയും ഒക്കെ ഉദ്ഘാടനത്തിന് നടക്കുകയും അവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുന്ന ഒരു പണിയാണ്. ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അതൊക്കെ തന്നെയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തെക്കാൾ വലിയ നിരാശയിലാണ് ഈ ദുരന്തം ബാധിക്കാത്ത കേരളീയർ പോലും.